ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രതീഷ് ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രതീഷ് കുമാർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് 2 ബെഡ്റൂമുള്ള ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഫുൾ 3Dയും കുറിച്ചാണ്. ഒരു ലോ ബഡ്ജറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് എലോ ഓൾ എന്നുള്ള ഓപ്ഷൻ എലോ ചെയ്താൽ ഞാൻ ഓരോ പുതിയ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ ചാനലിൽ ഏകദേശം 300-ൽ കൂടുതൽ വീടിന്റെ തന്നെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ വീഡിയോസ് കാണാത്ത കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ പുതിയ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പഴയ വീഡിയോസ് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ ഡീറ്റെയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ ഫുൾ 3D. ഈ വീടിന് 2 ബെഡ്റൂമുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. കൂടാതെ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം കൂടി നമ്മൾ ഈ വീടിന് ചെയ്തിട്ടുണ്ട്. ഒരു ലോ ബഡ്ജറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. ഈ വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 826 സ്ക്വയർ ഫീറ്റ് ആണ്. ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ നമ്മൾ ബെഡ്റൂമുകളൊക്കെ കൊടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഒന്നും ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റെയർ കേസിനുള്ള ഒരു സ്പേസ് മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി 3 ബെഡ്റൂമോ 4 ബെഡ്റൂമോ ആവശ്യമുള്ളവർക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കാർ പോർച്ച് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് നമ്മൾ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി എത്തുന്ന ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയായിട്ടാണ് നമ്മൾ ചെറിയൊരു ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. 2 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു സിറ്റിംഗ് ഏരിയ കൂടി ഈ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം ആണ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. 3 മീറ്റർ നീളവും 2.80 വീതിയുമുള്ള ഒരു ബെഡ്റൂം ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. വാൾഡ്രോബർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കൂടാതെ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ലോ ബഡ്ജറ്റ് ആയിട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു ബാത്റൂം കൂടിയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ 2ാമത്തെ ബെഡ്റൂം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ബെഡ്റൂമിന്റെ സ്പേസ് തന്നെയാണ് 2ാമത്തെ ബെഡ്റൂമിനും നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ബെഡ്റൂമിന് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നും കൊടുത്തിട്ടില്ല. ഡൈനിങ് ടേബിൾ ഇവിടെ കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളൊരു വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം കൂടി ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ബാത്ത് സ്പേസും അതുപോലെ ഒരു ക്ലോസറ്റും കൂടിയാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീടിന്റെ കിച്ചൺ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു ചെറിയ കിച്ചൺ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 2 മീറ്റർ വീതിയും 3 മീറ്റർ നീളവുമുള്ള ഒരു കിച്ചൺ ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗത്ത് കിച്ചൺ സിങ്കും ഒരു ഭാഗത്ത് ഗ്യാസ് സ്റ്റൗവുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്.
ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് കയറാനുള്ള ഒരു സ്റ്റെയർ കേസ് മാത്രമാണ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഓപ്പൺ ടെറസ് ഈ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ചെറിയ രീതിയിൽ 3 ബെഡ്റൂം ആവശ്യമുള്ളവർക്ക് ഒരു ബെഡ്റൂം കൂടി നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീടിന്റെ ഫുൾ 3D നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഈ വീടിന്റെ ഹാഫ് 3D ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ ഹാഫ് 3D. അപ്പോൾ ഈ ഹാഫ് 3D നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി വീടിന്റെ പ്ലാൻ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ പ്ലാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 826 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെയാണ് നമ്മൾ കാർ പോർച്ച് കൊടുത്തിട്ടുള്ളത്. ഈ കാർ പോർച്ചിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് നമ്മൾ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി എത്തുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ 2 ആൾക്കാർക്ക് ഇരിക്കാവുന്ന രീതിയിലൊരു സോഫ സെറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കൂടാതെ ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നും കൊടുത്തിട്ടില്ല. ഈ ബെഡ്റൂമുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള കോമൺ ബാത്റൂം ആണ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ വീടിന്റെ കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിലുള്ള ഒരു ഡോർ ഈ ഒരു ഭാഗത്തായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിന്റെ പ്ലാനും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് എലോ ഓൾ എന്നുള്ള ഓപ്ഷൻ എലോ ചെയ്താൽ ഞാൻ ഓരോ പുതിയ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.